ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. ഇനിയൊന്ന് പോയി ദിയാകൃഷ്ണന്റെ ഡെലിവറി വ്ലോഗ് കാണാം. ഇനിയിപ്പോ നാളെ രാവിലെ വീണ്ടും ഇതൊക്കെ തുടങ്ങണ്ടേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണാവോ ഉണ്ടാക്കേണ്ടത്? കുറച്ച് കടലയും അരിയും എടുത്ത് വെള്ളത്തിലിടാം. നാളെ ദോശയും കടലക്കറിയും ഉണ്ടാക്കാം. അതാ നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് ജോലി തീരും. അതാണ് ആശ്വാസം. ചോറക്കളൊക്കെ എത്തിയിട്ട് വേണമെടി ചിറാപ്പുഞ്ചി റീലൊക്കെ എടുക്കാൻ. റീലൊക്കെ എടുക്കാം, പക്ഷെ ഒരു സങ്കടമുണ്ട്. എന്തിനീ റീൽ എടുക്കുന്നതിനോ? അതിനൊന്നുമല്ല, നമ്മൾ പോയാൽ അച്ഛനും അമ്മയും ഇവിടെ കഴിച്ചാവില്ലേ? ശരിയാ തുമ്പി മോളെ, അത് ഞാനും ആലോചിച്ചു. പാവം, അവർക്കും വന്നാ മതിയായിരുന്നു. അത്ര ബഹളം വെക്കാൻ മാത്രമൊന്നുമില്ല. നിന്റെ വലിയ നല്ലതാണല്ലോ. എന്റെ നല്ലത് തന്നെയാ. നിന്നോട് എന്റെ മേത്തിൽ നിന്ന് കാലെടുക്കാൻ പറഞ്ഞത്. എന്താ അവിടെ ഒരു ബഹളം? കിടക്കാൻ നേരത്തെ ആരാ ബഹളം ഉണ്ടാക്കി കളിക്കുന്നത്? 4 പേര് മുറങ്ങിയില്ലേ? ഓഹോ, കിടന്നില്ല അല്ലേ? നിങ്ങളാണ് വിളിച്ചു കൂവിയത്? എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ കാരണം ചുറ്റുപാടുള്ളവർക്കൊന്നും മുറങ്ങണ്ടേ? അതിനിവിടെ ആരാ സൗണ്ട് ഉണ്ടാക്കിയത്? നിങ്ങളല്ലേ? എന്നാ ദിയയും തുമ്പിയായിരിക്കും. എന്നാ പോയി കിടന്നോ. അല്ല, നിന്റെ പുറകിലെന്താ? പുറകിലെന്താ? ഒന്നുമില്ല. ഉണ്ട് ജോ, ജോനോട് മറന്നു പോയതാ. ഫോണില്ലേ പുറകിൽ? ഓഹോ, ഫോണാണോ മറച്ചു പിടിച്ചത്? എന്നിട്ടാണ് നീ ഒന്നുമില്ലെന്ന് പറഞ്ഞത്? നിന്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നിന്നോട് പറഞ്ഞതല്ലേ കിടക്കാൻ നേരത്തെ ഫോൺ ഉപയോഗിക്കരുത്. നേരം വെളുത്ത് രാത്രി വരെ കാണുന്നില്ലേ? പിന്നെ എന്താ? ജോനോട് അമ്മയും ചാച്ചനും പറഞ്ഞതല്ലേ ഫോൺ രാത്രി ഉപയോഗിക്കരുത്? മക്കളായ കുറച്ച് അനുസരണയൊക്കെ വേണം അല്ലേ അമ്മേ? അക്കാര്യത്തിൽ നീയും വലിയ നല്ലതൊന്നുമല്ല. നിന്നോടോ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞത്? ജോജോ, നീ വേണ്ടാത്ത കളി കളിച്ചിട്ടാണ് നിന്നെ പറഞ്ഞത്. നീ അവിടെ വെറുതെ പിച്ചണ്ട. അമ്മ ഇവന്റെ വാക്കും കേട്ടിട്ടാണോ? ഇവൻ വെറുതെ ഓരോന്ന് പറയുക. എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. പറയുന്നത് അനുസരിച്ച് കേട്ടോ. ഒതിയാക്കത്തിൽ ഫോൺ വെച്ച് വേഗം കിടന്നോ. ബാക്കിയുള്ളവരുടെ ഉറക്കവും കൂടി കളയാൻ വേണ്ടി ഓരോരോ കുന്തവും കൊണ്ട് അവൻ ഇറങ്ങിക്കോളും. അമ്മ ഇവന്റെ വാക്കും കേട്ടിട്ടാണോ? ഞാൻ ആകെ 5 മിനിറ്റ് എടുത്തുള്ളൂ. അമ്മ ഇതേ ജോ വെറുതെ കളവ് പറയുന്നതാ. ഞാൻ ഇത്ര സമയമായെന്നോ പറയുന്നത് ഫോൺ ഓഫ് ചെയ്യാൻ? എടാ ഭയങ്കര എന്ത് നുണയാ നീ പറയുന്നത്? എനിക്ക് കുറച്ച് കാണാൻ തരുമോ എന്നല്ലേ നീ ചോദിച്ചത്? അത് എനിക്ക് തരില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാ. ഫോൺ വെച്ച് പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ അമ്മോ, ഇല്ല, ഞാൻ ഫോൺ കാണുന്നില്ല. എന്താ പോരെ? അങ്ങനെ വായിക്കുവാ. ശരി, എന്നാ പെട്ടെന്ന് കിടക്കാൻ നോക്ക്. എന്റെ ഈശ്വര, 8 പൊട്ടും തിരിയാത്ത ഈ പൊട്ടനെ കൊണ്ടാണ് ഞാൻ പെണ്ണ് കെട്ടിക്കാൻ നോക്കുന്നത്. ഇവിടെ ഇപ്പൊ 32 പല്ലും കാച്ചി ചിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഏയ് ഒന്നുമില്ല, 8 പൊട്ടും തിരിയാത്ത ബാവ കിടന്നുറങ്ങിക്കും. ഞാൻ കിടന്നോളാം, നീ എന്നെ സൽക്കരിക്കണ്ട. ഈ പാല വെക്കലിന് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. മറ്റേത് രണ്ടുമായിരിക്കും മടി കൂടിയത്. രണ്ടും ഉറങ്ങിയെന്നാ തോന്നുന്നത്. നമുക്ക് ജോലിയുടെയും ശങ്കുവിന്റെ റൂമിൽ പോയാലോ? എന്നിട്ട് വേണം അമ്മ കണ്ടിട്ട് മയക്ക് പറയാം. അതൊന്നും ഉണ്ടാവില്ല. അമ്മയും ചാച്ചനും കിടക്കാൻ കാണിക്കാനും. ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. പിള്ളേരൊക്കെ ഉറങ്ങിയോടി? അവരൊക്കെ കിടന്നു. ഇച്ചേ, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യ്. എന്നിട്ട് നീ കിടക്ക്. എനിക്കൊന്ന് കിടക്കണം. നീ വന്ന് കിടന്നോ. നാളെ അവർ ചൊർക്കുളത്ത് പോകുന്നില്ലേ? ഞാനും ഇങ്ങനെ കിടക്കുന്നത്. ജോയും ഇങ്ങനെ കിടന്നു. എടാ നിന്നോടാ പറഞ്ഞത് നേരെ കിടക്കാൻ. ഇല്ല, ഉറങ്ങിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങളെന്താ കിടന്നിട്ടൊന്നും എഴുന്നേറ്റ് വന്നത്? പിന്നെ ഈ പാതിരാക്കാന്നല്ല ടെറസിൽ പോയിരിക്കുന്നത്. നിനക്ക് പറ്റുണ്ടോ? നിങ്ങൾ രണ്ടും ചെറിയാക്കാൻ പോയി കിടന്നേ. ബ്രോ, ഇവരുടെ ആഗ്രഹമല്ലേ? പിന്നെ ഇവരുടെയൊക്കെ ആഗ്രഹം നട്ടപ്പാതിരാക്കാന്നാണ് സാധിക്കുന്നത്. നിങ്ങളോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞത്. ഈ ഏട്ടന് നമ്മളോട് ഒരു സ്നേഹവുമില്ല. നട്ടപ്പാതിരാക്കാണല്ലോ സ്നേഹിക്കുന്നത്. നിങ്ങളോടാ പോകാൻ പറഞ്ഞത്. നിന്നോടല്ലേ പറഞ്ഞത് ഇല്ല എന്ന് പോയി കിടക്കാൻ? ഇവരുടെ ആഗ്രഹമല്ലേ? ഇവരുടെ പേരും പറഞ്ഞ് നിനക്കും ടെറസിൽ പോകാനല്ലേ? ജോളിയല്ലേ? പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ ടെറസിൽ പോകാനല്ലോ ജോലി. അതിന് നിനക്ക് എന്റെ പെർമിഷൻ വേണോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് കുറച്ച് ഭീഷണിയൊക്കെ തന്നെയാ.
അത്ര വലിയ കാര്യം എന്താ? ഞാൻ ഇവരുടെ മുന്നിൽ വെച്ച് പറയണോ? അത് പിന്നെ ഇന്ന് ജോ മതിലിന്റെ പുറകിൽ നിന്നും ഞാൻ പറയട്ടെ ജോ. നീ പറ തുമ്പിമോളെ. തുമ്പിമോളെ പറ. അത് മതിലിന്റെ പുറകിൽ നിന്നും ഉച്ചയ്ക്ക്. നിനക്കെന്താ വേണ്ടത്? ടെറസിൽ പോകണം അല്ലേ? അങ്ങനെ വായിക്കുക. എന്താ തുമ്പിമോളെ കാര്യം പറ. ഒന്നുമില്ല, നിങ്ങൾക്ക് ടെറസിലല്ലേ പോകേണ്ടത്, നടക്ക്. നമുക്ക് ടെറസിൽ പോകാം. അതെ അതെ, നടക്ക് നടക്ക്, ടെറസിൽ പോകാം. ഇവിടെയല്ല, ഇതിന്റെ മുകളിൽ പോകാമായിരുന്നു. എന്നിട്ട് വേണം മഞ്ഞ് കൊണ്ടിട്ട് പരിക്കാൻ. നാളെ ചുറക്കുളത്ത് പോകുന്നല്ലേ? നിങ്ങൾ പൂതി മാറിയല്ലോ, ടെറസിൽ വന്നില്ലേ? വാ, ശരി, എനിക്ക് പോയി കിടക്കാം. പിന്നെ ഞാൻ പോകുന്ന, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. മതിലി, അച്ഛൻ, തീപ്പെട്ടി. ഞാൻ പറയണോ? നീ ഒന്ന് വായി പൂട്ടി നിൽക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരും കാണാതെ ഒന്ന് പോയിട്ട് സ്വസ്ഥമായി സിഗരറ്റ് വലിക്കാൻ നോക്കിയത്. ഈ ചിന്ത എപ്പോഴാണ് അവ കണ്ടത്? എവിടെ നോക്കിയാലും പാല വെക്കാനായിട്ട് ഇവിളെങ്കി വരും. ജോ എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിച്ചില്ല. നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത്? നമുക്കൊരു കഥ പറഞ്ഞു തരുമോ? കഥയോ? എനിക്ക് എവിടുന്ന് കഥ അറിയാവുന്നത്? പ്ലീസ് ജോ, പ്ലീസ് ഒരു കഥ പറഞ്ഞു താ. അതെ അതെ, ഒരു കഥ പറഞ്ഞു താ പ്ലീസ്. നിങ്ങൾ ഈ പറയുന്ന കഥയൊന്നും എനിക്കറിയില്ല. പ്ലീസ് ജോ. ഞങ്ങൾ നാളെ പോയില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞില്ലേ വരും, അതുകൊണ്ടല്ലേ പ്ലീസ്. നിങ്ങളോട് പറയൽ കേട്ടാൽ തോന്നുമല്ലോ ചാച്ചനും അമ്മയും ഞാനും ഒക്കെ നിങ്ങളെ ഉന്തി വിടുന്നതാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നതല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മുത്തശ്ശിയുടെ അടുത്തേക്ക്. അതൊക്കെ ശരി, എന്നാലും ബ്രോ ഞങ്ങളെ മിസ് ചെയ്യില്ലേ? പിന്നെ നിങ്ങളെ മിസ് ചെയ്യാനിട്ടാ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ബ്രോ പ്ലീസ് ഒരു കഥ പറഞ്ഞു താ. ചുറക്കുളത്തെ പണ്ടത്തെ കഥയില്ലേ, അതൊക്കെ പറഞ്ഞു തന്നാ മതി പ്ലീസ്. ഉറക്കം വരായിട്ടില്ലേ? അതെ അതെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്ലീസ് ഒരു കഥ പറഞ്ഞു താ ജോ. ശരി, എന്നാൽ ഒറ്റ കഥ പറഞ്ഞു തരാം. ഇവർക്ക് ഇപ്പൊ ഞാൻ എന്ത് കഥ പറഞ്ഞു കൊടുക്കും? എനിക്കാണെങ്കിൽ ഒരു കഥയിട്ട് അറിഞ്ഞും കൂടാ. എന്തെങ്കിലും ഒരു സാങ്കല്പിക കഥ പറഞ്ഞു കൊടുക്കാം. കഥ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തുമ്പി പോയി ചാച്ചനോട് പാര വെക്കും. എന്തും തുടങ്ങും. എന്താ ബ്രോ ആലോചിക്കുന്നത്? കഥ പറ. അല്ല, എന്ത് കഥ പറയണമെന്ന് ആലോചിച്ചതാ. പണ്ട് കാലത്തെ കഥ പറഞ്ഞാ മതി. ശരി, ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് വന്ന് കിടക്കണം, മനസ്സിലായോ? ഓക്കേ, എന്ന് എല്ലാവരും അവിടെ ഇരിക്കും. പെട്ടെന്ന് പറ. പണ്ട് 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 ചൊറക്കുളത്തൊരു തറവാടുണ്ടായിരുന്നു. അത് ഇപ്പൊ കാണുന്ന പോലത്തെ വലിയ വീടൊന്നുമല്ല, നല്ല പണ്ട് കാലത്തൊരു വീട്. നമ്മുടെ വീടിന്റെ അടുത്താണോ? ആരാ തറവാട്? നമ്മുടേത് തന്നെ. ഇപ്പോഴുള്ള വീടില്ലേ, അതിന്റെ ബാക്ക് സൈഡിൽ ഒരു കൂടയില്ലേ? ഉണ്ട്. ആ, അത് തന്നെ. അതിന്റെ അടുത്തൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ പണ്ട് ആരൊക്കെയോ വീണു മരിച്ചിരുന്നു. എന്നിട്ട് ഞാനിതൊക്കെ മുത്തശ്ശിയുടെ വായിൽ നിന്നും കേട്ടതാ. എന്നിട്ട് ബ്രോ പറ, എങ്ങനെ മരിച്ചത്? അത് പിന്നെ പണ്ടു കാലത്തൊക്കെ ഈ മന്ത്രവാദീനെയും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അങ്ങനെ എന്തോ സംഭവിച്ചതാ. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെങ്കിൽ പണ്ടത്തെ പോലത്തെ അല്ല. എന്നിട്ട് മന്ത്രവാദിനികൾ കൊന്നതാണോ? അതിന്റെ അടുത്ത് ഏതോ ഒരു കുട്ടിച്ചാത്തനുണ്ട്. കുട്ടിച്ചാത്തൻ തന്നെ. എന്നിട്ട് മതി കഥയൊക്കെ. നിങ്ങൾ ഇനി പോയി കിടക്ക്. കിടക്കാനോ? കഥ പറ. അത് പറ. കുട്ടിച്ചാത്തനാണ് കൊന്നത്? അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ചിലരൊക്കെ പറയുന്നു ആ കുട്ടിച്ചാത്തൻ നല്ലതാണെന്ന്. എന്തിനായിരിക്കും കുട്ടിച്ചാത്തൻ എല്ലാവരെയും കൊന്നത്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പറ. അതെ അതെ, എങ്ങനെയായിരിക്കും കുട്ടിച്ചാത്തൻ അവിടെ എത്തിയത്? അതൊക്കെ പണ്ടത്തെ കാരണവന്മാർ മന്ത്രവാദത്തിൽ കൂടി ആക്കിയതാ. എന്തിന്? അവരുടെയൊക്കെ സ്വത്ത് കാക്കാൻ വേണ്ടിയെന്നാ കേട്ടത്. അവർക്ക് ധാരാളം സ്വത്തും നിധിയുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ആ കുട്ടിച്ചാത്തന്റെ പേര്? അതിന്റെ പേര് കിളിയമ്പായി. കിളിയമ്പായിയോ? കിളിയമ്പായി. എന്താ അത് ജോൺസായ സൗണ്ട് കേട്ടത്? ഞാനും കേട്ടു. പിള്ളേരുടേതാണെന്നാ തോന്നുന്നത്. അയ്യോ ദൈവമേ, മക്കൾക്ക് എന്ത് പറ്റി? 4 പേര് മുറങ്ങാൻ കിടന്നതാണല്ലോ. എനിക്ക് ടെറസിൽ നിന്ന് സൗണ്ട് കേട്ടതുപോലെ തോന്നിയത്. അയ്യോ, ജോണിച്ച ടെറസിൽ നിന്നോ? എന്റെ മക്കളെ വല്ല കള്ളനെ പിടിച്ചു കാണുമോ? നീ ബഹളം വെക്കാതെ വേഗം വാ, നമുക്ക് ചെന്ന് നോക്കാം. എല്ലാവരും ഉറങ്ങുന്ന സമയമാ, നിങ്ങൾ ബഹളം വെക്കല്ലേ. എന്താ ബഹളം വെച്ചത്? എന്താ? അതൊന്നുമില്ല, ഒരു പൂച്ച വന്നതാ. അല്ല, നിങ്ങൾ എന്തിനാ ടെറസിൽ വന്നത്? നിങ്ങൾക്ക് കിടന്നതല്ലേ, പിന്നെ ടെറസിൽ? അത് ഞങ്ങൾ വെറുതെ. എന്ത് വെറുതെയോ? എന്തിനാ വന്നത്? ശരിയാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് വന്നതാ. അല്ല, നിങ്ങൾ നിങ്ങളുടെ റൂമിലല്ലേ, അവരുടെ റൂമിലുമല്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങൾ ഒന്നായത്? അത് ഇവര് രണ്ടുപേരും ഞങ്ങളുടെ റൂമിൽ വന്നതാ. അല്ല ജോജോ, നിനക്ക് എത്ര വയസ്സായെന്ന വിചാരം? ഇപ്പൊ തന്നെ പെണ്ണു കെട്ടേണ്ട പ്രായമായില്ലേ, എന്നിട്ട് കുട്ടികളോടാണോ കളി? അതെങ്ങനെ? ബുദ്ധി എന്ന് പറയുന്ന ലെവലേശമില്ലല്ലോ. ഞാനല്ല, ഇതാ ഇവരാ. അവരെ എന്ത് പറയാനാ? നീയല്ലേ വലുത്, നീയല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇടവിലത്തുള്ളവരൊക്കെ നിങ്ങളുടെ ബഹളം കേട്ട് എഴുന്നേറ്റ് കാണും. നീ മിണ്ടരുത്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്.
ഞങ്ങൾ പേടിച്ചു പോയി, വല്ല കള്ളനും മറ്റുമാണെന്ന് വിചാരിച്ചു. ഓരോരോ കോപ്രായങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും നാലെണ്ണവും. ഞാനല്ല ചാച്ചാ, ഇതാ ഇവരൊക്കെ എന്നെ വലിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാ. എന്നിട്ട് കഥ പറയണമെന്ന് പറഞ്ഞ് എന്നെ കൂടെ കഥ പറയിക്കുകയായിരുന്നു. നീ എന്ത് പറഞ്ഞിട്ടെന്താ? നീ വലുതല്ലേ, നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ കുറെ പറഞ്ഞു, ഇവരനുസരിക്കേറ്റാ. 3 എണ്ണത്തിനെ ഞാൻ നാളെ തറവാട്ടിലേക്ക് വിട്ടുതരാം കേട്ടോ. അയ്യോ, ഞങ്ങൾ കുരുത്തക്കേടൊന്നും കളിക്കാൻ വന്നതല്ല ചാച്ചാ, കഥ കേൾക്കാൻ വന്നതാ. എന്തിനു വന്നതാണെങ്കിലും ഇതേ കളിയായിരിക്കുമല്ലേ, പോയടത്തൊന്നും കളിക്കുക. എന്തായാലും നിങ്ങൾ പോകണ്ട. അതെന്തായാലും നന്നായി. എന്തിനാ വിടുന്നത്? ഇങ്ങനെ ഓരോരോ കുരുത്തക്കേട് കളിക്കാനാണോ? ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ? ഇനിയിങ്ങനെ ഞങ്ങൾ കളിക്കില്ല ചാച്ചാ, സത്യമായിട്ടും. അതെ, ഇനി ഞങ്ങൾ കളിക്കില്ല. പ്ലീസ് ചാച്ചാ, നാളെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഞങ്ങളെ വിടണം. അമ്മേ, ഒന്ന് ചാച്ചനോട് പറ, ഇനി ഞങ്ങൾ കളിക്കില്ല. വേണ്ടാത്ത കളിയൊക്കെ എന്തിനാ കളിക്കുന്നത്? അതല്ലേ ചാച്ചാ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളെ വിടണോ വിടണ്ടയോ എന്നുള്ള കാര്യം. നടക്കടി. മൂന്നെണ്ണത്തിനും ഇപ്പോൾ സമാധാനമായില്ലേ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾ 3 പേരോട് പറഞ്ഞതല്ലേ ഇങ്ങ് വരണ്ട എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായി? ചുടക്കുളത്തേക്ക് പോകുന്ന കാര്യം ക്യാൻസൽ ആയില്ലേ? ഇനി ഇവിടെ നിന്ന് കരണ്ടൊന്നും വലിയ കാര്യവുമില്ല. വന്ന് കിടന്നോ.